പടക്കം പടക്കം വാങ്ങോട്ടാ പടക്കം. കള്ളൊന്നും കുടിക്കില്ല. പടക്കല്ലേ വിഷു അല്ലേ? വിഷു പടക്കം വാങ്ങും. എന്റെ മക്കൾക്ക് പടക്കം പടക്കം ഇങ്ങോട്ട് കേറിയെങ്കിലും കിടക്ക്. എപ്പോഴും തന്നെ എന്നാ അവിടെ തന്നെ കിടന്നു. ഞാൻ ഇനി വിളിക്കാൻ വരൂലായിരുന്നു. ഇത് കടക്കാനില്ല. എപ്പോഴും ഇതന്നെ പഠിപ്പ്. ഇല്ലോ തരൂല, സമാധാനവും തരൂല. അമ്മ അച്ഛനും പഴക്കം വാങ്ങാണ്ട് ഇന്നും കുടിച്ചമ്മ. സാറില്ല വാ, മക്കൾക്ക് പടക്കല്ല അമ്മ വാങ്ങി തരും കേട്ടാ. സാറില്ല അച്ഛ പറ്റുമാറുമ്പോ അച്ഛ വന്ന് അകത്തേക്ക് കിടന്നോളും. ബാ എന്റെ മക്കളുടെ അകത്തേക്ക് വാ. കണ്ണ എത്ര കാലായി ഞാൻ നിന്റെ മുന്നിൽ ഇങ്ങനെ കൈകൂപ്പുന്നു. ഇന്ന് നന്നാവും നാളെ നന്നാവും എന്ന് വിചാരിച്ച് ഞാൻ നിന്ന്. ഇതുവരെയായിട്ട് അതിനൊരു മാറ്റം ഉണ്ടായ കണ്ണ. വിഷുവാണ് ഇങ്ങ് വരാൻ പോകുന്നത്. എൻ്റെ മക്കളുണ്ടായിട്ട് ഇതുവരെയായിട്ട് ഒരു വിഷുവിൻ്റെ സന്തോഷം എന്താണെന്ന് അവരറിഞ്ഞിട്ടില്ല. അവരച്ഛൻ ഇന്നലെയും മൂക്കറ്റം കള്ളും കുടിച്ചാ വന്നത്. എനിക്കൊന്നും വേണ്ട കണ്ണ ജീവിതത്തിൽ. എൻ്റെ മക്കൾ അച്ഛൻ്റെ കള്ളുകൂടി ഒന്ന് മാറ്റി തന്നാൽ മതി. ഇന്നേ വരെ ഞാൻ ജീവിതത്തിൽ നിന്നോട് എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എൻ്റെ മക്കൾക്കും അവരച്ഛനും വേണ്ടിയല്ലാണ്ട്. എന്തെങ്കിലും ഒരിക്കൽ നന്നാവും നന്നാവും വിചാരിച്ച് ഞാൻ നിൽക്കുന്നത്. മറ്റുള്ള വീടുകളിലെ മക്കളെല്ലാം സന്തോഷത്തിൽ അവരച്ഛൻ്റെയും അമ്മേൻ്റെയും കൂടെ ആഘോഷിക്കുമ്പോൾ എൻ്റെ മക്കൾ മാത്രം കണ്ടില്ലേ കണ്ണ. ജീവിതത്തിൽ എന്ത് ദുഃഖം വന്നാലും സന്തോഷം വന്നാലും ഞാൻ എൻ്റെ കണ്ണിനെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ഇനിയും എന്നെ പരീക്ഷിക്കല്ലേ ഭഗവാനെ നീ. ഹായ് മക്കളെ, എന്താണ് രണ്ടാളും കളിക്കണോ? അച്ഛനോട് നമ്മൾ മുണ്ടൂല. എന്തായി? അച്ഛൻ ഇന്നലെ കള്ളുടിച്ച് വന്നിട്ട് അമ്മേനെ കൊറേ വഴക്ക് പറഞ്ഞില്ലേ? അച്ഛൻ വഴക്ക് പറഞ്ഞു അമ്മേനെ? ഓർമ്മയില്ലാലോ. പിന്നെ അച്ഛൻ അമ്മേനെ തല്ലാനും പോയി. അച്ഛന് കള്ളുടിക്കല്ലേ? ഇല്ല മക്കളെ, അച്ഛൻ കുടിക്കൂല. അച്ഛൻ കള്ളുടിയെല്ലാം നിർത്തി. അച്ഛൻ നാളെ വിഷു അല്ലേ? അച്ഛൻ വാങ്ങിക്കും. അച്ഛൻ മക്കൾക്ക് ഇന്ന് കുപ്പായോ പിന്നെ പടക്കൊല്ലം വാങ്ങിത്തരാട്ടാ. ഉറപ്പായിട്ടും വാങ്ങും. അടിച്ചു പൊളിക്കാം. വിഷു നമുക്ക് അടിച്ചു പൊളിക്കാട്ടാ. ഇന്നലത്തെ ക്ഷീണം മറന്നില്ല ദൈവമേ. ഹാങ് ഓവർ വേണമെങ്കിൽ ചെറുതൊരെണ്ണം അടിക്കണമല്ലേ രാവിലെ തന്നെ. വീട്ടിലേക്കുള്ള സാധനവും മേടിക്കണം. കയ്യിൽ 10 പൈസ ഇല്ല. ഇന്നലെ പണിയെടുത്ത പൈസ ആണെങ്കിൽ അങ്ങനെയും തീരും. എന്നാ വഴി ചെറിയ കാര്യം പറയട്ടെ. പിന്നില്ലേ നമുക്ക് വിഷുവൊക്കെ ആഘോഷിക്കണ്ടേ? പടക്കൊല്ലം വാങ്ങണ്ടേ അല്ലേ? അടിച്ചു പൊളിക്കണ്ടേ? അത്രയ്ക്ക് പൈസ ഇല്ലല്ലോ നമുക്കില്ലേ. അച്ഛല്ലേ ഈ കമ്മൽ ഊരിട്ട് അത് കുഴപ്പമില്ല. അച്ഛൻ വേറെ വലുതിന്റെ വലുത് വാങ്ങിത്തരാം കേട്ടാ. നമുക്ക് വിഷുവൊക്കെ അടിച്ചു പൊളിക്കാം. അതിന്റെ അച്ഛക്ക് പൈസ കിട്ടുമ്പോ അച്ഛൻ വേറെ കമ്മൽ വാങ്ങിത്തരാം കേട്ടാ. നല്ല കമ്മൽ വാങ്ങിത്തരേ. ഇത് പൊട്ടാനായിട്ടുണ്ട്. അച്ഛൻ ഇത് പൊട്ടിയത് മാറ്റിയിട്ട് അച്ഛൻ വേറെ നല്ല കമ്മലും ഒക്കെ വാങ്ങിത്തരാ. നമുക്ക് വിഷു എല്ലാം അടിച്ചു പൊളിക്കുകയും ചെയ്യാം കേട്ടാ. അടിപൊളി. ഓക്കെ അച്ഛൻ നല്ല അടിപൊളി വലിയ കമ്മലൊക്കെ വാങ്ങിത്തരാം കേട്ടോ. പൈസ ഇട്ട് പോ. വിഷു അടിച്ചു പൊളിക്കേ കേട്ടാ. അച്ഛൻ വാങ്ങോട്ടാ. മോളെ അച്ഛ പോയാ? മോളെ കമ്മലെന്തേ? അച്ഛ കൊടുത്ത അച്ഛ പടക്കം
പടക്കം വാങ്ങിട്ട് തരാൻ, പടക്കവും പുതിയ കുപ്പായം വാങ്ങിട്ട് തരാന്ന് പറഞ്ഞിട്ട് പോയതാ. അച്ഛൻ പറഞ്ഞു പുതിയ വലിയ കമ്മല്. എന്റെ ദൈവമേ, അമ്മ പറഞ്ഞതല്ലേ അത് കൊടുക്കരുത്. അമ്മ എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് അത് ഉണ്ടാക്കി തന്നത്? എങ്ങോട്ടാ പോയത്? ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ആ കമ്മൽ ഉണ്ടാക്കിയത്. എന്റെ മക്കളെ കാതിക്കെടുത്ത് നോക്കി. ദൈവമേ, ഇന്നും വരും കുടിച്ച്. ഞാൻ എന്തോരം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് ഭഗവാനെ. ഷോ, മോളോട് പറഞ്ഞിട്ടില്ലേ അമ്മ കൊടുക്കരുത് കൊടുക്കരുത്? പടക്ക അമ്മ പറഞ്ഞതല്ലേ കമ്മല് കൊടുക്കരുത്. അച്ഛൻ കുടിച്ചിട്ട് വരാനല്ലേ ചോദിച്ചത്. അത് മോൾ എന്താണ് അമ്മേനെ മനസ്സിലാക്കാത്തത്? അമ്മ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് അത് ഉണ്ടാക്കി തന്നത്. എല്ലാം എന്റെ ഭഗവാനെ, എനിക്ക് വയ്യ. ഞാൻ ഈ 2 മക്കളെയും കൊണ്ട് എന്താക്കാനാണ് ഭഗവാനെ. ഇന്ന് നന്നാവും നാളെ നന്നാവും വിചാരിച്ച് ഞാനിരിക്കും. ഓരോ ദിവസം കൂടും തോറും എനിക്ക് വയ്യ. ഇതില് 2ലും കൂടി തീരുമാനിച്ച് ഞാൻ എടുക്കും. എന്റെ കണ്ണ, ഞാൻ എന്ത് ചെയ്യാനാണ് ഭഗവാനെ? എനിക്ക് മതിയായി കണ്ണ. എന്റെ മോളെ കാതിലുണ്ടായ ഒരു തുള്ളി പൊന്നിന്റെ തരി പോലും അയാൾ ഊരിക്കൊണ്ട് പോയി. ഇനി ഞാൻ എങ്ങനെ അയാളെ കൂടെ ജീവിക്കാനാണ്? കുടി മാറ്റി തരാൻ വേണ്ടി ഞാൻ എന്റെ മുന്നിൽ അപേക്ഷിച്ച്. വേണ്ട, ഇനി അയാൾ നന്നാവണ്ട. എനിക്കിനി വേണ്ട അയാളെ കൂടെയുള്ള ഒരു ജീവിതം. അയാൾ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ. ഇനി നിന്റെ മുന്നിൽ ഈ തിരി കത്തിക്കാൻ ഞാൻ ഉണ്ടാവൂല കണ്ണ. ഞാൻ പോവേന്ന്, എന്റെ മക്കളെയും കൂട്ടി ഞാൻ ഏതെങ്കിലും വഴിക്ക് പോവേന്ന്. ഇനി ഈ തിരി ഞാൻ തെളിക്കൂല. നിന്നോടെല്ലാം വാങ്ങി വെച്ചോന്ന് പറഞ്ഞത്. പൈസ ഒന്നും നോക്കണ്ട, പൈസ എല്ലാം റെഡിയാണ്. അമ്മ, നമ്മൾ എവിടേക്കാ പോന്നേ? നമുക്ക് എവിടേക്കെങ്കിലും പോവാം മോളെ. ഇവിടെ നിന്നാലും ശരിയാവൂല. മക്കൾ കാണുന്നില്ല. ഓരോ ദിവസവും കൂടുന്തോറും കള്ളുകൂടിയെ കൂടിയാ വരുന്നത്. ഇനി ഇവിടെ നിന്നാല് എന്റെ മക്കളുടെ ജീവിതം കൂടി ഇല്ലാണ്ടാവും. നമുക്ക് എവിടേക്കെങ്കിലും പോവാം. മക്കൾ പേടിക്കണ്ട. അമ്മയില്ലേ, അച്ഛക്ക് ഇവിടെ ഒറ്റക്ക് വെക്കാനായിരിക്കും ഇഷ്ടം. അതുകൊണ്ടല്ലേ അച്ഛൻ നമ്മളെല്ലാം ഇങ്ങനെ നോക്കാണ്ട് ഇതാക്കുന്നത്. അത് സാരില്ല, അച്ഛൻ ഇവിടെ ഒറ്റക്ക് നിന്നോട്ടെ കേട്ടാ. നമുക്കില്ലേ മക്കൾ പേടിക്കണ്ട. അമ്മ ജീവനോടുള്ള കാലം വരെ 2 ആളെയും അമ്മ നോക്കും. അത് സാരില്ല, വാ നടക്ക്, നമുക്ക് പോവാം. നടക്കും മക്കളെ 2 ആളും. ഞാനും എന്റെ മക്കളും പോയതേ അല്ല. ചെറുപ്പക്കാക്കിട്ട് പോവോ? കുടിക്കൂല കേട്ടാ. പിന്നെ ഒരിക്കലും കുടിക്കൂലേ? ആ അച്ഛാ, വിഷുല്ലേ പടക്കൊലം വാങ്ങിയിട്ടുണ്ട്. മക്കൾക്ക് പുതിയ കുപ്പായെല്ലാം വാങ്ങിയിട്ടുണ്ട്. പടക്കൊലം എടുത്ത് വിഷു അടിപൊളിയാക്കണ്ടേ നമുക്ക്? രസന്റെ മുളക്കാണ്. ഒരിക്കലും കള്ളു കുടിക്കും. സത്യമായിട്ടും കുടിക്കും. കൃഷ്ണനാണ് സത്യമായിട്ട് കുടിക്കുന്നത്.
നമ്മുടെ ഓരോരുത്തരുടെയും ചുറ്റുപാടുകളിലും ഉണ്ടാകുമല്ലേ ഇതുപോലെ മദ്യപാനം കൊണ്ടും മറ്റും ബുദ്ധിമുട്ടുന്ന ഒരുപാട് കുടുംബങ്ങൾ. ശരിക്കു പറഞ്ഞാൽ അവർ തന്നെ ഒന്ന് മനസ്സിരുത്തി ചിന്തിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ ആ പ്രശ്നങ്ങളെല്ലാം. എൻ്റെ കുടുംബത്തിൻ്റെ സന്തോഷമാണ് എനിക്ക് ഏറ്റവും വലുത് എന്ന് ചിന്തിക്കുന്ന ഒരാളും അമിതമായ ലഹരി ഉപയോഗത്തിലേക്ക് പോകില്ല. ലഹരി ഒഴിവാക്കാം, സന്തോഷവും സമാധാനവും നിലനിർത്താം. എല്ലാവർക്കും വിഷു ആശംസകൾ.